അവർ താഴേക്കിറങ്ങിയതും ഹാളിൽ ആകമാന നിശബ്ദത പടർന്നു. അത്രയും നേരം അവരെ പ്രതീക്ഷിച്ചിരുന്നവരുടെ മുഖത്ത് പൊടുന്നൊരു ദേഷ്യം നിറഞ്ഞു നിന്നു. ജയുടെ അച്ഛനാണെങ്കിൽ ദേഷ്യം കൊണ്ട് വലിഞ്ഞ മുഖത്തോടെ അവനെ നോക്കി. ഇത്രയും നേരം കരഞ്ഞുകൊണ്ടിരുന്ന അമ്മയുടെ മുഖത്തും ആ നിമിഷം ദേഷ്യം നിറഞ്ഞു നിന്നു. മുത്തശ്ശനും മുത്തശ്ശിയും പിന്നെ അവരെ മൈൻഡ് ചെയ്യാതെ വേറെ എവിടേക്കോ നോക്കിയിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ വല്ലൊക്കെ നടക്കും. ഒരു യുദ്ധം കാണാനുള്ള പ്രതീക്ഷയിലാണ് ആദിപ്പെണ്ണ്. എല്ലാവരെയും കണ്ട ഷോക്കിലാണ് ശ്രീ. ആരും പറയാതെ തന്നെ വന്നവർ ജയുടെ വീട്ടുകാരാണെന്ന് അവൾക്ക് മനസ്സിലായി. അമ്മാതിരി നോട്ടാമല്ലേ എല്ലാരും നോക്കുന്നേ. ഇപ്പൊ അരച്ചു കൊടുത്ത അമൃത പോലെ കുടിക്കുന്ന ലക്ഷണമാണുള്ളത്. ശ്രീയുടെ കാര്യം ആ നിമിഷം അവർ പാടെ മറന്നുപോയിരുന്നു. അവളെ കാണാൻ കാത്തിരുന്നവർ ആദ്യം ഇറങ്ങി വന്ന ജയെ കണ്ട നിമിഷം ശ്രീയുടെ കാര്യം തന്നെ മറന്നുപോയിരുന്നു. അവർക്ക് മുന്നിൽ തെറ്റ് ചെയ്തു നിൽക്കുന്ന മകൻ മാത്രമായിരുന്നു ആ നിമിഷം. ജയുടെ തല അവർക്ക് മുന്നിൽ താഴ്ന്നു പോയി. ആദ്യമായി തന്റെ കുടുംബത്തിന് മുന്നിൽ അവന്റെ തല താഴ്ന്നു പോയി. തെറ്റ് ചെയ്തത് സ്വന്തം വീട്ടുകാരോട് മാത്രമല്ല, സ്വന്തം പെണ്ണിനോട് കൂടിയല്ലേ. കാരണം അവളല്ലേ എന്നിൽ നിന്ന് വേദനകൾ അനുഭവിച്ചത്. എന്താടാ നീ ചെയ്തത്? അച്ഛന്റെ ശബ്ദം ഉയരുകയും ആ കൈ അവനിൽ ഉയർന്നു താഴ്ന്നതും ഒരുമിച്ചായിരുന്നു. ജയ് ഒന്നും പറയാതെ ശില പോലെ നിന്നു. അടികൊള്ളാൻ താൻ അർഹനാണ്. അവൻ എന്തോ പറയാൻ വന്നതും അവന്റെ അടുത്ത കവിളിൽ ഒരെണ്ണം കൂടി കിട്ടിയിരുന്നു. നോക്കുമ്പോൾ അമ്മയായിരുന്നു. നീ എത്ര വലിയ തെറ്റാണ് ചെയ്തതെന്ന് നിനക്കറിയാമോ? അമ്മ അവന്റെ ഷട്ടിൽ ഉലച്ചുകൊണ്ട് ചോദിക്കുമ്പോഴും അവന് മറുപടി ഒന്നും പറയാൻ കഴിഞ്ഞിരുന്നില്ല. കണ്ടു നിന്നവർക്ക് എന്ത് പറയണം എന്നറിയാത്ത അവസ്ഥയായിരുന്നു ആ നിമിഷം. എന്താടാ ഇത്ര വളർത്തി വലുതാക്കിയ ഞങ്ങൾക്ക് നിന്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലേ? നിന്റെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്യാൻ ഞങ്ങൾ എന്താ ജീവനോടെ ഇല്ലേ? അച്ഛൻ ദേഷ്യത്തോടെ വിറയ്ക്കുകയായിരുന്നു ആ നിമിഷം. അയാൾക്ക് താൻ എന്തൊക്കെയാ പറയുന്നതെന്ന് പോലും അറിയില്ലായിരുന്നു. തന്റെ മകനിൽ അയാൾ അത്രയും അഭിമാനം കൊണ്ടിരുന്നു. അച്ഛാ അത് ഞാൻ ജയ് എന്തോ പറയാനായി തുടങ്ങിയതും അയാൾ കൈ ഉയർത്തി അവനെ തടഞ്ഞു. നിനക്ക് ഞങ്ങൾ ആരാടാ? നിന്റെ ജീവിതത്തിൽ ഇത്രയൊക്കെ നടന്നിട്ടും ഒരു വാക്ക് നീ ഞങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞോ? നിന്റെ ജീവിതത്തെ 1% വില പോലും ഞങ്ങൾക്ക് തന്നില്ലല്ലോടാ. ഞങ്ങൾക്ക് നീ ഇഷ്ടപ്പെടുന്ന കൊച്ചിനെ ഇഷ്ടപ്പെടാതിരിക്കുവോടാ? നിന്റെ സന്തോഷമല്ലേ ഞങ്ങൾക്ക് വലുത്? അയാൾ ആദ്യം പൊട്ടിത്തെറിച്ച് പറഞ്ഞെങ്കിലും അവസാനം വാക്കുകൾ ഇടറിപ്പോയിരുന്നു. അച്ഛാ. ജയ് അച്ഛന്റെ വാക്കുകളിലെ വ്യത്യാസം മനസ്സിലാക്കിയെന്ന പോലെ പെട്ടെന്ന് വന്ന് അയാളെ കെട്ടിപ്പിടിച്ചു. അയാളൊക്കെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അയാൾ അവനെ ചേർത്ത് പിടിച്ചില്ല. അതുകൂടി ആയപ്പോഴത്തേക്കും അയാളുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു. അവ താഴെ കൊഴുക്കാൻ തയ്യാറാകാതെ നിന്നുപോയി അദ്ദേഹം ആ നിമിഷം. കുറച്ചു സമയം അങ്ങനെ നിന്നു അച്ഛനും മകനും. അയാളുടെ ദേഷ്യം പതിയെ ആ ചേർത്ത് പിടിക്കലിൽ ഇല്ലാതെയായി. പിന്നീട് അയാളിൽ നിന്ന് അകന്നു മാറി. ഏട്ടത്തി. പേടിയോട് നിൽക്കുന്ന ശ്രീയുടെ അടുത്തേക്ക് ചെന്ന് ആദ്യം വിളിക്കുമ്പോൾ എല്ലാവരുടെ ശ്രദ്ധ ശ്രീയിലേക്ക് പോയി. പേടിച്ചു വരച്ച് നിൽക്കുകയാണ് പെണ്ണ്. ആദ്യം ചെന്ന് അവളുടെ കവിളി പിടിച്ചു വലിച്ച് ഒരുമ്മ കൊടുത്തു. എന്തൊരു ക്യൂട്ടാണ് എൻ്റെ ഏട്ടത്തിയമ്മ. കാണാൻ സുന്ദരിയാണ്. ചുമ്മാതല്ല എൻ്റെ ഏട്ടൻ മുട്ടുകുത്തി വീണത്. ആദ്യം നിഷ്കളങ്കമായി ഒരാവേശത്തിൽ അങ്ങ് പറഞ്ഞു. പിന്നാണ് അബദ്ധം മനസ്സിലാക്കി നാക്ക് കടിച്ച് ചുറ്റും ഒന്ന് നോക്കിയത്. എല്ലാവരുടെ ശ്രദ്ധ ശ്രീയിൽ മാത്രമായിരുന്നു. ഒരു നാടൻ സുന്ദരി തന്നെയായിരുന്നു അവൾ. ഒരു മാലാക പോലത്തെ പെൺകുട്ടി. ഒന്ന് തൊട്ടാൽ വാടിപ്പോകും. അത്രയും പാവമായ ഒരു പെൺകുട്ടി. ഇടുപ്പോളമുള്ള മുടി കുളിച്ചതിന്റെ ഫലമായി വിടർത്തിയിട്ടിട്ടുണ്ട്. ലാവണ്ടർ കളർ സാരിയായിരുന്നു അവളുടെ വേഷം. അത് അവളുടെ വെളുത്ത നിറത്തിന് നന്നായി ഇണങ്ങുന്നുണ്ടായിരുന്നു. നിഷ്കളങ്കമായ മുഖമായിരുന്നു അവൾക്ക്. ആ മുഖത്ത് നോക്കി വഴക്ക് പറയാൻ പോലും അവിടെ ഇരുന്ന് ആർക്കും കഴിയുമായിരുന്നില്ല. ജയുടെ അമ്മ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ ചേർത്ത് പിടിച്ചു. മോള് പേടിക്കണ്ട കേട്ടോ. മോളോട് ഞങ്ങൾക്ക് ഒരു ദേഷ്യവുമില്ല. മോളെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. ഞങ്ങൾക്ക് ദേഷ്യമുള്ളത് ഞങ്ങളുടെ മകനോടാണ്. അവനൊരിഷ്ടമുണ്ടെങ്കിൽ ഞങ്ങളത് തടയില്ല. അത് നടത്തി കൊടുക്കുകയുള്ളൂ. അവനത് നന്നായി അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷെ എന്നിട്ടും അവനൊരു വാക്ക് പോലും ഞങ്ങളോട് പറഞ്ഞില്ല. അതിൻ്റെ പരിഭവം മാത്രമാണ് അവനോട് ഞങ്ങൾക്കുള്ളത്. കുട്ടിയെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. മുത്തശ്ശി കൂടി പറഞ്ഞതും അവൾ ജയ്യെ നോക്കി. അവൻ കണ്ണ് ചിമ്മി കാണിച്ചു. പിന്നെ ഞങ്ങളുടെ മോൻ നിന്നെ ഒരുപാട് ദ്രോഹിച്ചു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി മോളെ. അതുകൊണ്ടാ അവനെ തല്ലിയത്. അതോർത്ത് വിഷമിക്കരുത്. അമ്മ പറഞ്ഞതും അവൾ തലയാട്ടി. അങ്ങനെ രംഗം ഒന്ന് ശാന്തമായി.
ജയ്ക്ക് അടി കിട്ടിയതിൽ അവൾക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയ ജയ് ഒന്ന് കണ്ണുരുട്ടിയതും പെണ്ണിന്റെ വിഷമം പാടെ പോയിരുന്നു. അവൾ എല്ലാവരോടും പെട്ടെന്ന് തന്നെ അടുത്തിരുന്നു. ഡെവി ഒരു ചിരിയോടെ എല്ലാം നോക്കി കണ്ടു. റാം, എന്തായാലും കണ്ണന് ഒരു തെറ്റ് പറ്റിപ്പോയി. അത് പറഞ്ഞിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. മക്കളുടെ വിവാഹം നടത്തുന്നതിനെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? മുത്തശ്ശൻ റാമിനോട് ചോദിക്കുമ്പോൾ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ വിവാഹം നടത്താനാണ് എൻ്റെ അഭിപ്രായം. റാം സംശയമൊന്നുമില്ലാതെ മുത്തശ്ശനോട് തൻ്റെ അഭിപ്രായം അറിയിച്ചു. എല്ലാവരും അത് ശരിവെച്ചു. അച്ഛാ, വിവാഹം പെട്ടെന്ന് വേണ്ട. ഒരു 2 മാസത്തെ സാവകാശം എനിക്ക് വേണം, ജയ് ഇടയ്ക്ക് കയറി പറഞ്ഞു. നിന്റെ അഭിപ്രായത്തിന് ഇനി ഇവിടെ വിലയില്ല ജയ്. നമ്മുടെ ആചാരം അനുസരിച്ച് വിവാഹം ഉടനെ നടത്തിയേ മതിയാവൂ. അച്ഛാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനായി ഉണ്ട്. മാത്രമല്ല ഭദ്ര ഇപ്പൊ പഠിക്കുവല്ലേ, ജയ് പറഞ്ഞു. ഭദ്ര? ആദ്യം ഒരു സംശയത്തോടെ ചോദിച്ചു. ഡെവി ആദ്യം മുതൽ ശ്രീ എന്ന് പറഞ്ഞതിനാൽ ഭദ്ര ആരാണെന്ന് അവർക്ക് മനസ്സിലായില്ല. ഡെവി അവളെ ശ്രീ എന്നായിരുന്നു വിളിക്കുന്നത്. ജയുടെ മാത്രം ഭദ്രയായിരുന്നു. ഈ നേരമായിട്ടും അവളുടെ പേര് ശ്രീ എന്ന് മാത്രമായിരുന്നു അവർ മനസ്സിലാക്കിയത്. ഇവളുടെ പേര് ശ്രീഭദ്ര ആഞ്ജനേയ് എന്നാണ്. ജയ് പറയുമ്പോൾ മറ്റുള്ളവരിൽ പുഞ്ചിരി മുട്ടിട്ടു. ആദ്യ ഒരു നിമിഷം ആ പേരിൽ കുടുങ്ങിപ്പോയി. അവൾ ഒരു സംശയത്തോടെ ഭദ്രയെ നോക്കി, പിന്നെ ഒരു ഞെട്ടലോടെ ഡെവിയെ നോക്കി. ഡെവി അവൾ നോക്കിയ കാര്യം മനസ്സിലായ പോലെ കണ്ണ് ചിമ്മി കാണിക്കുമ്പോൾ ആദ്യ ഒരു നിമിഷം തറഞ്ഞുപോയി. അവളുടെ കണ്ണ് ചെറുതായി നിറഞ്ഞു വന്നിരുന്നു ആ നിമിഷം. പക്ഷെ അത് ആരും കാണാതെ അതിവിദഗ്ധമായി മറച്ചു. അവൾ നന്നേ വിയർത്തു പോയിരുന്നു. എന്താ സംഭവിച്ചത് എന്നറിയില്ലെങ്കിലും തൻ്റെ ദൈവത്തെ സ്നേഹിച്ച പെണ്ണ് ശ്രീഭദ്ര വേറെ ആരുമല്ല, അത് ഇവൾ തന്നെയാണ്. അതിനാദിക്ക് ഒരു സംശയമില്ലായിരുന്നു ആ നിമിഷം. ജയ്ക്ക് നേരത്തെ ഒരു പ്രണയമുള്ളതായി ആദിക്ക് അറിയാമായിരുന്നു. പക്ഷെ ജയും ദേവേട്ടനെ സ്നേഹിച്ചത് ഒരാളെ തന്നെയാണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. എല്ലാം അറിയണം. അവളുടെ മനസ്സിലൂടെ പല ചിന്തകളും കടന്നുപോയി. ഏട്ടനോട് സംസാരിക്കണം. ഒന്നാമത് നീ ആരും അറിയാതെ ഈ കൊച്ചിനെ കെട്ടി നീ നിന്റെ വീട്ടിൽ മോൾ ഇവിടെ ജീവിച്ച മതിയോടാ, റാം ദേഷ്യത്തോടെ പറഞ്ഞതും അച്ഛാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അച്ഛനോട് സംസാരിക്കാനുണ്ട്. അച്ഛനോട് മാത്രമല്ല, എല്ലാവരോടും എനിക്ക് സംസാരിക്കാനുണ്ട്. റാമിന് ഏറെക്കുറെ മനസ്സിലായിരുന്നു. അയാൾക്ക് മനസ്സിലാകുമായിരുന്നു തന്റെ മകനെ. ആദ്യം അവന് പറയാൻ ഒരവസരം കൊടുക്കണം. അവന്റെ ജീവിതമല്ലേ, അവനെ കേൾക്കാൻ തയ്യാറാകണം. അവസാനം ജയുടെ നിർബന്ധപ്രകാരം വിവാഹം 2 മാസത്തേക്ക് നീട്ടിവെച്ചു. അതുവരെ ജയ്ക്കുട്ടനും ശ്രീമോളും രണ്ടുപേരും രണ്ടായി താമസിക്കട്ടെ എന്ന മുത്തശ്ശിയുടെ അസ്ഥാനത്തെ ഡയലോഗ് കേൾക്കെ ജയ് ദയനീയമായി ഭദ്രയെ നോക്കി. അവിടെ ചിരിയാണ്. ശരിയാക്കി താരാടി ഉണ്ടക്കണ്ണി നിന്ന് ഞാൻ. എനിക്ക് ഭദ്രയുടെ കൂടെ തന്നെ താമസിക്കണം, അതുപോലെ അവളുടെ കൂടെ തന്നെ കിടക്കണം. ജയ് കൂസലിട്ടും തന്നെ ഇല്ലാതെ പറയുമ്പോൾ ഭദ്രയുടെ കണ്ണുകൾ ബുൾസെ പോലെ പുറത്തേക്ക് തള്ളി വന്നു. വല്ലാത്ത ജാതി തന്നെ, ഡെവി പറഞ്ഞുപോയി. ഭദ്രയെ ഡെവിയുടെ കൂടെയാണ് ഇത്രയും നാൾ നിർത്തിയെങ്കിലും എന്തോ അവളുടെ കൂടെ ഇപ്പൊ കിടക്കുന്നതിന് അവന് അവളിൽ നിന്ന് അകന്ന് കിടന്നുറങ്ങാൻ കഴിയുമായിരുന്നില്ല. അവസാനം അവന്റെ നിർബന്ധപ്രകാരം അവർക്ക് സമ്മതിക്കേണ്ടി വന്നു. അവളുടെ കൂടെ തന്നെ താമസിക്കണം എന്ന ആവശ്യത്തിന് അവർ പച്ചക്കൊടി കാണിച്ചു. എന്നാലും എന്തൊക്കെയായിരുന്നു, ഭദ്ര നിന്റെ കൂടെ നിൽക്കട്ടെ, ക്ലാസ് കഴിയട്ടെ, എന്തൊക്കെ പ്രകടനങ്ങളായിരുന്നു. ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു, ഇവന് ലേശം ഉളുപ്പുണ്ടോ? ഡെവി അവനെ നോക്കി ചിന്തിക്കാതിരുന്നില്ല. അത് മനസ്സിലാക്കി എന്ന പോലെ ജയ് ഡെവിയെ നോക്കി പുച്ഛിച്ചു. ജയുടെ വീട്ടുകാർ 2 ദിവസം ഇവിടെ കാണും. എല്ലാവരും കുറച്ച് കഴിഞ്ഞതും ഡെവിയുടെ വീട്ടിൽ നിന്ന് ജയുടെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി. ഡെവി ഒരുപാട് തടഞ്ഞു നോക്കിയെങ്കിലും അവർ ഇടയ്ക്ക് വന്ന് നിൽക്കാമെന്ന് പറഞ്ഞ് ജയുടെ വീട്ടിലേക്ക് നടന്നു. ഡെവി പിന്നെ തടയാൻ നിന്നില്ല. അവിടെ നിന്നാൽ ജയ്ക്ക് അവരുടെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ മോളുള്ളത് കൊണ്ട് അത് നടക്കില്ല. അവർക്ക് ഡെവിയും മകനെ പോലെ ആയിരുന്നു. എങ്കിലും ഇപ്പൊ ജയുടെ കൂടെ പോകുന്നതിന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. ഡെവി ചിന്തിച്ചതുപോലെ തന്നെ ഡെവി പറയാതിരുന്ന കാര്യങ്ങൾ ജയിൽ നിന്ന് അറിയണം. തൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടായിരിക്കും എന്ന ഉറച്ച വിശ്വാസത്തിൽ അവർ അവിടേക്ക് പോയി. ശ്രീ ഇപ്പോഴും ഡെവിയുടെ കൂടെ തന്നെയാണ്. കുറച്ച് ദിവസം കൂടി അവൾ അവിടെ നിൽക്കട്ടെ, പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അവൻ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി. ആ കുഞ്ഞിക്കണ്ണുകൾ ഒന്ന് വിടർന്നു പോയി. തന്നെ ഇമ്മച്ചിമ്മാതെ നോക്കി നിൽക്കുന്ന തൻ്റെ കുഞ്ഞിപ്പെണ്ണ്. തനിക്ക് സ്നേഹിക്കാനും തന്നെ സ്നേഹിക്കാനും ഒരാൾ കൂടെ. ഇനി മുന്നോട്ട് പല കാര്യങ്ങളും നടപ്പിലാക്കാനുണ്ട്. അതിനവൾ കുറച്ചു നാൾ കൂടെ ഡെവിയോടൊപ്പം നിന്നേ മതിയാകൂ. ജയ് മനസ്സിൽ ചിന്തിച്ച് ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു.
കണ്ണിൽ കത്തുന്ന പ്രണയത്തോടെ അവൾ അവനെ നോക്കി നിന്നു. രവി ശ്രീയും ഹാളിൽ ഇരിക്കുകയാണ്. ജയയുടെ വീട്ടുകാരെ പറ്റി ചോദിക്കുകയാണ് പെണ്ണ്. അച്ഛ, പിന്നെ എന്നെ പ്രണയിച്ച് കല്യാണം കഴിച്ചു, ഞാൻ അച്ഛൻ്റെ പ്രണയമാണ് എന്ന രീതിയിലാണല്ലോ ഏട്ടൻ്റെ വീട്ടുകാർ സംസാരിച്ചത്. ശ്രീ ഒരു സംശയത്തോടെ ചോദിച്ചു. അത് മോളെ, അവരോട് അങ്ങനെയാണ് ചാച്ച പറഞ്ഞു വെച്ചത്. രവിക്ക് അങ്ങനെ ഒരു കള്ളമാണ് പറയാൻ തോന്നിയത്. മംഗലത്തെ വീട്ടിൽ മാധവൻ ഹരിയോടൊന്നും സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. കോടികൾ വില വരുന്ന പ്രോജക്റ്റാണ് നശിപ്പിച്ചു വന്നിരിക്കുന്നത് എന്ന കാരണത്തിൽ മിണ്ടാതിരിക്കുകയാണ്. ചെറിയമ്മ രണ്ടെണ്ണവും ജോലി ചെയ്ത് മടുത്ത് നിൽപ്പാണ്. ശ്രീ പോയതിൽ പിന്നെ അവിടുത്തെ ജോലിയെല്ലാം രണ്ടും കൂടിയാണ് ചെയ്യുന്നത്. ഉണ്ടായിരുന്ന ജോലിക്കാരിയെ ചെയ്യുന്ന ജോലികളൊന്നും ശരിയല്ലെന്നും അവരെ ഭരിക്കാനും നിന്നാൽ പിന്നെ അവർ അവിടെ നിൽക്കാൻ തയ്യാറാകുമോ? ആട്ടും തുപ്പും കേൾക്കാൻ താല്പര്യമില്ലാത്തോണ്ട് വന്ന ജോലിക്കാരി അന്ന് തന്നെ സ്ഥലം കാലിയാക്കി. ഇപ്പോൾ ജോലിയെല്ലാം രണ്ടെണ്ണം കൂടിയാണ് ചെയ്യുന്നത്. പിന്നെ മാധവനും ഹരിയുടെ കൂടെ ബിസിനസ്സിൽ ഏർപ്പെട്ടതിനാൽ അവരുടെ പരാതികൾ കേൾക്കാൻ തന്നെ ആരുമില്ലായിരുന്നു. ഇപ്പൊ രണ്ടും കണ്ണിന് നേരെ കണ്ടുകൂടാ. എപ്പോ കണ്ടാലും അടി തന്നെ ആയിരുന്നു. ശ്രീ ഉള്ളപ്പോൾ ഒന്നും അറിഞ്ഞിരുന്നില്ല രണ്ടെണ്ണവും. മാധവൻ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്ന ഒരു പ്രോജക്റ്റ് ആയതിനാൽ അത് ജയിക്ക് കിട്ടിയതിലുള്ള വിഷമമായിരുന്നു അയാൾക്ക്. അല്ലാതെ ഹരിയോട് ഒരു ദേഷ്യവും അയാൾക്കില്ലായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ മകളെ മാത്രം അയാൾക്ക് ഇഷ്ടമല്ലാതെ ഉള്ളൂ. തൻ്റെ 3 ആൺകുട്ടികളെയും അയാൾക്ക് ജീവൻ തന്നെ ആയിരുന്നു. അവനോട് അധിക നേരം പരിഭവം കാണിച്ചിരിക്കാനും അയാൾക്ക് കഴിയില്ലായിരുന്നു. ഹരി തൻ്റെ റൂമിലിരുന്ന് ഇന്ന് നടന്നതൊക്കെ ചിന്തിക്കുകയാണ്. ശ്രീയുടെ കാര്യം തൽക്കാലം ആരും അറിയണ്ട എന്ന ചിന്തയിൽ ഹരി ഒന്നും വീട്ടിൽ പറഞ്ഞിരുന്നില്ല. ഹരിക്ക് അറിയാമായിരുന്നു ജയയെക്കുറിച്ച്. അവൻ നിസ്സാരക്കാരനല്ല. ഇന്ന് തന്നെ അഗ്നിഹോത്രിയിലെ അഗ്നിദേവനെ തന്നെ തോൽപ്പിക്കണമെങ്കിൽ അവന്റെ ബുദ്ധിയും കഴിവും അത്രയ്ക്ക് വലുതാണ്. ഇപ്പൊ ഏതൊരു ടെൻഡറിനായി പോയാലും ജയ് അത് നേടിയിരിക്കും, ഒരു തരം വാശിയോടെ. അതിന്റെ കാരണം ഇപ്പൊ വ്യക്തമായി ഹരിക്ക്. അതെ, കാരണം ഒന്നേ ഉള്ളൂ, അവന്റെ ഭാര്യ, തങ്ങളുടെ കുഞ്ഞിപ്പെങ്ങൾ ശ്രീഭദ്ര തന്നെ. ഇന്ന് ആഞ്ജലയുടെ കണ്ണുകളിൽ അത് കണ്ടതാ, അവളോടുള്ള പ്രണയം. അവന്റെ കണ്ണുകളിലെ തിളക്കത്തിൽ നിന്ന് ഇന്ന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു അവളോടുള്ള പ്രണയം. അങ്ങനെയെങ്കിൽ അവളെ ദ്രോഹിച്ച ആരെയും അവൻ വെറുതെ വിടില്ല. ഓർക്കവേ ഹരി ഒന്ന് വിറച്ചുപോയി. അത്രയും വലിയ അസുരനാണവൻ.